لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم وما كان المؤمنون لينفروا كافة فلولا نفر من كل فرقة منهم طائفة ليتفقهوا في الدين ولينذروا قومهم إذا رجعوا إليهم لعلهم يحذرون. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ കുറെ കൂടി നന്നായി ക്രമപ്പെടുത്താൻ അധ്വാനിക്കണം എന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു പുതിയ അധ്യയന വർഷം ആരംഭിച്ചു കഴിഞ്ഞു. അത് വലിയ തലത്തിലേക്ക് എത്തുമ്പോൾ, കോളേജ് തലത്തിലേക്ക് എത്തുമ്പോൾ അതിപ്പോഴാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നലെയും ഇന്നും നാളെയുമൊക്കെയായി ഉപരിപഠനം ആഗ്രഹിക്കുന്ന കുട്ടികൾ അവരാഗ്രഹിച്ചതും അല്ലാത്തതുമൊക്കെയായ പല സ്ട്രീമിലൂടെയും കയറി പോവുകയാണ്. തിങ്കളാഴ്ച ജൂലൈ മാസം 1-ാം തീയതി കേരളത്തിലെ എല്ലാ കോളേജുകളും ഒരുമിച്ച് ഒരു ദിവസം പ്രവേശനോത്സവം നടത്തുകയാണ്. ചരിത്രത്തിലാദ്യമായി ഒരു പുതിയ രീതിയിലൂടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രക്രിയകളുടെ പുതിയ പരീക്ഷണവും ആരംഭിക്കുന്നു. ഇങ്ങനെയൊക്കെ പല തട്ടിലും മട്ടിലുമായി വിദ്യാഭ്യാസ പ്രക്രിയയിൽ പരിഷ്കരണങ്ങളും പരിഷ്കാരങ്ങളും മാറ്റങ്ങളും പുതുമകളുമൊക്കെ വരുത്തുമ്പോഴും അതൊക്കെ സ്വീകരിക്കേണ്ട രണ്ട് വിഭാഗം ആളുകളുണ്ട്. ഒന്ന് അത് നടപ്പിലാക്കുന്ന അധ്യാപകരും, മറ്റൊന്ന് അത് സ്വീകരിച്ച് അതിനനുസരിച്ച് വളരേണ്ട വിദ്യാർത്ഥികളും. ഇവർ എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എന്നിടത്താണ് കാര്യങ്ങളുടെ വിജയമുണ്ടാവുക. വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ഇന്ന് കലാലയങ്ങളിൽ നമ്മൾ കാണുന്ന ഈ പുതിയ തലമുറ പലപ്പോഴും ആക്ഷേപാർഹമായ രൂപത്തിൽ പെരുമാറുന്നു. അതുകൊണ്ട് അവർ ഒരുപാട് ആക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നു. ഉത്തരവാദിത്വ നിർവഹണത്തിൻ്റെ പേരിൽ അവർ തോറ്റുപോകുന്നു. അതിനവർ ചീത്ത കേൾക്കുന്നു. പരീക്ഷകളിൽ വേണ്ട വിധത്തിൽ അവർ വിനിയോഗിക്കാത്തത് കൊണ്ട് ഉദ്ദിഷ്ട ലക്ഷ്യത്തിലെത്താതെ പോകുന്നു. അതിനവർ പഴി കേൾക്കുന്നു. ആകെക്കൂടി വിദ്യാർത്ഥികളുടെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ആലോചിച്ചാൽ ചീത്ത കേൾക്കാൻ വേണ്ടി പടക്കപ്പെട്ട ഒരു വർഗമാണോ ഞങ്ങൾ എന്ന കുട്ടികൾക്ക് തോന്നിപ്പോവുകയും ചെയ്യുന്നു. എവിടെയൊക്കെയോ മാറ്റങ്ങൾ ആവശ്യമുണ്ട്. എന്തൊക്കെയോ ചില തീരുമാനങ്ങൾ പലരും എടുക്കേണ്ടതുണ്ട്. ഞാനൊന്ന് സംസാരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അനിയന്മാരോടും അനിയത്തിമാരോടും മാത്രമാണ്. ഇങ്ങനെ തന്നെ പോയാൽ പലതിനും നമ്മൾ ചോദ്യം ചെയ്യപ്പെടുമല്ലോ. പരലോകത്ത് ആയുസ്സിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമല്ലോ. ഏത് വിഷയത്തിലാണ് ആ ആയുസ് നീ തുലച്ചു കളഞ്ഞത്? നിന്റെ യുവത്വത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുമല്ലോ. എങ്ങനെയാണ് നീ അത് നശിപ്പിച്ചത്?
നിന്റെ സമയത്തെക്കുറിച്ച് ചോദ്യം ചെയ്യൂലേ, എങ്ങനെയാണ് തുലച്ചു കളഞ്ഞത് എന്ന്, ഉത്തരവാദിത്വ നിർവഹണത്തിൽ എങ്ങനെ തോറ്റുപോയി എന്ന്. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ ഫഹുവ ഫീ സബീലില്ലാഹി ഹത്താ യർജു. ഒരു മാസം മുമ്പ് നമ്മൾ ആ ഹദീസ് ഇതേ വേദിയിൽ ചർച്ചക്കെടുത്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ അടരാടുന്ന യോദ്ധാക്കളുടെ നിലവാരത്തിലേക്ക് ഉയർത്തിവെച്ച് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് കലാലയങ്ങളിലേക്ക് അയക്കുന്ന വിദ്യാർത്ഥി സമൂഹം അവിടെ ഇടപെടുന്നത് എങ്ങനെയാണ് ആലോചിക്കേണ്ടതുണ്ട്. ഇൽമ് എന്ന് പറയുന്ന ഈ സാധനം അത് രഹസ്യമായ രൂപത്തിലുള്ള സലാത്തു സിർ എന്ന് പണ്ഡിതന്മാർ എഴുതി വെച്ചിരിക്കുന്നു. ഒരു സ്വകാര്യമായ സലാത്താണത്. മാത്രമല്ല ഇബാദത്തുൽ ഖൽബ്, മനസ്സുകൊണ്ട് ചെയ്യുന്ന അള്ളാഹുവിൻ്റെ ചെയ്യാവുന്ന ഒരു ആരാധനയാണ് പഠന പ്രക്രിയ എന്ന് എത്ര വിദ്യാർത്ഥികൾക്കറിയാം. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ ഫഹുവ ഫീ സബീലില്ലാഹി ഹത്താ യർജു എന്ന ആയത്ത് ഹദീസ് വെച്ച് ഈ പറയുന്നതൊന്ന് വിലയിരുത്തി നോക്കൂ നിങ്ങൾ. അതൊരു ആരാധനയാണ്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ് ക്യാമ്പസുകളിൽ ഇങ്ങനെ കൂത്താടി നടക്കുന്ന ആണും പെണ്ണും മതപരമായി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മാനമുണ്ട് എന്ന് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ഞാൻ ഓതി വെച്ച ആയത്ത് വമാ കാനൽ മുഅ്മിനൂന ലിയൻഫിറൂ കാഫ ഫലൗലാ നഫറ മിൻ കുല്ലി ഫിറഖത്തിൻ മിൻഹും ത്വായിഫത്തൻ ലിയതഫഖഹൂ ഫിദ്ദീൻ വലിയുൻദിറൂ ഇദാ റജഉ ഇലൈഹിം ലഅല്ലഹും യഹ്ദറൂൻ. 4 ആഴ്ച മുമ്പ് നമ്മൾ ഈ ആയത്ത് ചർച്ചയ്ക്കെടുത്തിട്ടുണ്ട്. ഒരു യുദ്ധമുഖത്തേക്ക് പോവേണ്ടി വന്നാൽ ഒരു നാട്ടിലെ ആളുകൾ മുഴുവനും നിങ്ങൾ പറഞ്ഞയക്കരുത്. അവരിൽ നിന്ന് ഇൽമ് പഠിക്കാൻ വേണ്ടി ഒരു പറ്റത്തെ വേറെ നിങ്ങൾ മാറ്റിവെക്കണം. അവർ പഠിക്കണം. ഈ ആയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പരാമർശത്തിൻ്റെ ദലീലായി, തെളിവായി പണ്ഡിതന്മാർ ഉന്നയിക്കുന്നത്. പ്രിയപ്പെട്ട അനിയന്മാരെ, അനിയത്തിമാരെ, യൂണിഫോം ഇട്ട് പുസ്തകസഞ്ചിയുമായി കലാലയത്തിൻ്റെ പടവുകൾ അന്വേഷിച്ചു പോകുന്ന നിങ്ങൾ വൈകുന്നേരം തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ, അതല്ലെങ്കിൽ ഹോസ്റ്റലിലേക്ക് യാത്രയായി അവിടെ ഹോസ്റ്റലിൽ താമസിച്ച് മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞ് മാതാപിതാക്കളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്ന ആ അത്രയും കാലം ഫീ സബീലില്ലാഹിലാണ് നിങ്ങൾ എന്നോർമ്മ വേണം. ഒരു നല്ല നിയ്യത്തില്ലാതെ സ്കൂളിലേക്ക് പോകരുത്, കോളേജിലേക്ക് പോകരുത്. എന്തുകൊണ്ടായിരിക്കാം? ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ, നമുക്ക് പരിചയമുള്ള ഹദീസിന്റെ കുറച്ച് ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കൂ നിങ്ങൾ. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ ഗ്രന്ഥം ആരംഭിക്കുന്നത്, അതുപോലെ തന്നെ ഇമാം നവവി അദ്ദേഹത്തിന്റെ അൽ അർബഈൻ നവവിയ ആരംഭിക്കുന്നത്, റിയാദുസ് സാലിഹീൻ ആരംഭിക്കുന്നത്, ഇതൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് പരിചയമുള്ള കിതാബുകളാണ്. ആ കിതാബുകളൊക്കെയും അതുപോലെ മറ്റുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളും ആരംഭിക്കുന്നത് വായിച്ചു പഠിക്കുന്ന വിദ്യാർത്ഥിയോട് ആദ്യം പറഞ്ഞു കൊടുക്കുന്ന ഹദീസ് ഏതാണെന്നറിയോ? ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാതി വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. ഏത് പ്രവർത്തനവും നിയ്യത്തനുസരിച്ചായിരിക്കും ഉണ്ടാവും, അത് പരിഗണിക്കപ്പെടുക. എന്താണോ തേടിയത്, എന്താണോ ലക്ഷ്യം വെച്ചത്, അതായിരിക്കും ഉണ്ടാവുക എന്ന്. ഇന്ന് പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, ഒരാൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന ഒരു വലിയ ത്യാഗം ചെയ്യുന്നു. അവിടെയുള്ള ഏതെങ്കിലും ഒരു പെണ്ണിനെ സ്വന്തമാക്കണമെന്ന ആഗ്രഹമാണ് അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരമെങ്കിൽ അയാൾക്ക് അത് നേടി എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അതേ നേടൂ. കലാലയത്തിൽ ക്യാമ്പസുകൾക്കകത്ത് നന്നായി ഇതുപോലെയുള്ള ആ ഹദീസിൽ പറഞ്ഞ രണ്ടാമത്തെ ഭാഗം ആക്ട് ചെയ്യാനാണ്, അപ്ലൈ ചെയ്യാനാണ് കലാലയത്തിലേക്ക് പോകുന്നത് എങ്കിൽ ആ ഹദീസ് നിങ്ങളോട് ആവശ്യപ്പെടുന്നല്ല, കൃത്യമായി പറയുന്നു എന്ത്? നിങ്ങൾക്ക് അതേ അവിടെ നേടാൻ കഴിയൂ എന്ന്. എന്തോ ഒരു സാമ്യം ആ ഹദീസിന്റെ വാചകങ്ങൾ വിദ്യാർത്ഥി സമൂഹത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ കാണുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസികളായ ആളുകളുടെ മക്കൾ എന്ന നിലയിൽ, വിശ്വാസികളായ ആളുകൾ വളർത്തിക്കൊണ്ടുവരുന്ന തലമുറ എന്ന നിലയിൽ, ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ മദ്രസകളിൽ നിന്ന് പഠിച്ചവർ എന്ന നിലയിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. എത്ര ത്യാഗങ്ങൾ നിങ്ങൾ സഹിക്കുന്നുണ്ട്, ഉറക്കമൊഴിക്കുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്. നിങ്ങളുടെ കൂട്ടുകാർക്കൊപ്പം ജോലി എടുക്കാൻ വേണ്ടിയിട്ട്, ടൂർ പോവാൻ വേണ്ടിയിട്ട്, കളിക്കാൻ വേണ്ടിയിട്ട്, മത്സരിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ആ അധ്വാനത്തിന്റെ എത്ര അംശം ക്ലാസ് റൂമുകളിൽ ചെലവഴിക്കുന്നുണ്ട് എന്നൊരു വലിയ ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. കൂട്ടുകാർക്കൊപ്പം കൂത്താടാൻ ചെലവഴിക്കുന്ന സമയത്തിന്റെ എത്ര അംശം
അമർന്നിരുന്ന് പഠിക്കുവാനും ചിന്തിക്കുവാനും പരീക്ഷകൾ പാസ്സാകുവാൻ വേണ്ടി നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നാലോചിക്കാൻ സമയമായിട്ടില്ലേ? അധ്വാനിക്കുന്നുണ്ട് എല്ലാവരും. ഏത് കഠിനാധ്വാനം ചെയ്യുന്ന പരുവത്തിലാണല്ലോ അള്ളാഹ് നമ്മളെ പടച്ചത്. അതെവിടെയാണെന്നതാണ് പ്രശ്നം. ക്ലാസ് റൂമുകൾക്കകത്താണോ അതോ ക്ലാസ് റൂമുകൾക്ക് പുറത്താണോ? കലാലയ ചുറ്റുമതിലിനകത്താണോ പുറത്താണോ? ഞാനിവിടെ പരാമർശിക്കാൻ ആഗ്രഹിക്കാത്ത വേറെ കുറെ സ്ഥലങ്ങളിലാണോ? നിങ്ങളും നിങ്ങളുടെ ബാക്കിൽ 4 ആളെയും കയറ്റി പോകുന്ന ബൈക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? പലപ്പോഴും കലാലയത്തിന്റെ ഗേറ്റിന്റെ വിപരീത ദിശയിലായി പോകുന്നത്. മനസ്സിലാകാവുന്ന പോർഷനുകളും കടുകട്ടിയായിട്ടുള്ള സബ്ജക്റ്റുകളുമൊക്കെ വളരെ 2 ഇരട്ടിയും 3 ഇരട്ടിയും ഒക്കെ ശ്രദ്ധ വെച്ച് ക്ലാസ്സിൽ ശ്രദ്ധിക്കുകയും അതിനേക്കാളേറെ അത് വായിച്ചു പഠിക്കുകയും മനനം ചെയ്യുകയും ചെയ്തുകൊണ്ട് അതെങ്ങനെയെങ്കിലും സ്വായത്തമാക്കുക എന്നതല്ലേ വിദ്യാർത്ഥി ധർമ്മം? അവനെയല്ലേ വിദ്യാർത്ഥി എന്ന് വിളിക്കേണ്ടതുള്ളൂ. അവനെ വിദ്യാർത്ഥി എന്ന് വിളിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ മടുപ്പാണ്. മനുഷ്യന്റെ ഹിമ്മത്തിനെ കൊന്നുകളയുന്ന ഒരു സാധനം. ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന ഒരു ഗുണത്തെ ഇല്ലാതെയാക്കുന്നത്, വിൽ പവറിനെ ചോർത്തിക്കളയുന്നത്, ഇച്ഛാശക്തിയെ ദുർബലപ്പെടുത്തുന്നത്. മടുക്കരുതൊരിക്കലും. മടുത്തെങ്കിൽ അപ്പണി നിർത്തിയിട്ട് മറ്റൊരു ജോലിക്ക് പോകണമെന്ന് ഒരു ഗുരുനാഥൻ എന്ന റോളിൽ നിന്നുകൊണ്ട് എനിക്ക് വളരെ വിനീതമായി അപേക്ഷിക്കാനുണ്ട്. മടുത്തവർ ക്ലാസ്സിലിരിക്കുന്നതാണ് ക്ലാസ് റൂമിന്റെ ശാപം എന്നാണ് ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് എൻ്റെ തിരിച്ചറിവ്. പ്രിയപ്പെട്ട അനിയന്മാരെ, അനിയത്തിമാരെ, മടുക്കരുത്. മടുത്താൽ നിങ്ങൾ നിർത്തണം എന്ന് തന്നെയാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്. അതുകൊണ്ട് മറ്റൊരു നിർദ്ദേശമുള്ളതെന്ന് വെച്ചാൽ, പുതിയ ക്യാമ്പസുകളിലെത്തി നിങ്ങൾ, പുതിയ ക്ലാസ് റൂമുകളിൽ കയറി നിങ്ങൾ, പുതിയ കൂട്ടുകാരുണ്ടാക്കുന്ന വലിയ ഭീകര യജ്ഞം നടക്കുന്നു. ഈ കൂട്ടുകാരാണ് പലപ്പോഴും പ്രശ്നമാകുന്നത്. ഒരുപാട് കൂട്ടുകാർ വേണ്ട എന്ന് ഞാൻ പറഞ്ഞാൽ അത് ഇസ്ലാമികമാണോ എന്ന് നിങ്ങൾ എന്നെ തിരിച്ചു ചോദിക്കരുത്. വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. പഠിക്കുന്ന കാലഘട്ടത്തിൽ ആ പഠന പ്രക്രിയ പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് വാങ്ങി തിരിച്ചു വരുന്നതുവരെ പരിമിതമായ രൂപത്തിലുള്ള കൂട്ടുകാർ മതി എന്നാണ് നിർദ്ദേശിക്കാനുള്ളത്. നിങ്ങളുടെ സമയം കവർന്നെടുക്കുന്ന, നിങ്ങളുടെ പഠന സമയവും അതുപോലെയുള്ള ബാക്കിയുള്ള സമയങ്ങളൊക്കെ ചോർത്തിക്കളയുന്ന, നിങ്ങളെ തെറ്റായ വഴിയിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്ന ആളുകളുടെ എണ്ണം കൂടിയിട്ട് എന്ത് കാര്യം? അതിനേക്കാളൊക്കെ നല്ലത് അൽ വഹ്ദ, ഏകാന്തതയാണെന്നാണല്ലോ പ്രവാചകന്റെ നിർദ്ദേശം. എന്തിന്? അൽ വഹ്ദ ഖൈറുൻ മിൻ ജലീസി സൂ എന്ന് നിർദ്ദേശിച്ചത് അള്ളാഹുവിന്റെ തിരുദൂതരാണ്. ക്ലാസ് റൂമുകളിൽ മര്യാദയ്ക്ക് ഇരിക്കാൻ സമ്മതിക്കാത്തവനാണ് എൻ്റെ കൂട്ടാളിയെങ്കിൽ സലാം പറഞ്ഞ് പിരിയണം. ഇപ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആൺകുട്ടിക്ക് പെൺകുട്ടി വേണം കൂട്ട്, പെൺകുട്ടിക്ക് ആൺകുട്ടി വേണം കൂട്ട്. ബോയ് ഫ്രണ്ടിനെയും ഗേൾ ഫ്രണ്ടിനെയും ഒരുക്കി കൊടുക്കുവാനും ഉണ്ടാക്കി കൊടുക്കുവാനും ഇണക്കി ചേർക്കുവാനും വിളക്കി ചേർക്കുവാനും ഒരു പറ്റം ആളുകൾ നോമ്പും നോറ്റ് കാത്തിരിക്കുന്ന കലാലയത്തിലേക്കാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ കടന്നു ചെന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ സബർ എന്ന ആയുധത്തിന് മൂർച്ച കൂട്ടുക. കാണരുത് പലതും, കേൾക്കരുത് പലതും, ശ്രദ്ധിക്കരുത് പലതും. എന്നിട്ട് അവനവന്റെ ഗോൾ, എയിം, അംബീഷൻ അതുമാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവേണ്ടത്. അങ്ങനെ മുമ്പോട്ട് പോകുന്ന ഒരു വിദ്യാർത്ഥി തലമുറയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സൊറ പറഞ്ഞിരിക്കാൻ, വെറുതെ വെടി പറയാൻ, സിനിമക്ക് പോവാൻ, വെറുതെ ഇങ്ങനെ പോയി തിന്നാൻ, അതാണ് വലിയ അജണ്ട. ഭക്ഷണങ്ങൾ അവിടെ അതുണ്ട്, എന്നെങ്കിൽ പോവാം. കിലോമീറ്ററുകൾ ബൈക്കിൽ താണ്ടിയിട്ട് ക്ലാസ് റൂമിൽ ഇരിക്കേണ്ട വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് 10, 30, 40 കിലോമീറ്ററുകൾ അപ്പുറത്ത് പോയിട്ട് ഫുഡ് അടിക്കാൻ പോയത് കാണാം. വളരെ പ്രഗത്ഭരായ അധ്യാപകർ കഠിനാധ്വാനം ചെയ്ത് മൊഡ്യൂളുകൾ തയ്യാറാക്കിയിട്ട് അവർക്ക് വേണ്ടി നന്നായി ഘോരഘോരം ലെക്ചർ നടത്തുന്നുണ്ട് അവരുടെ ക്ലാസ്സിൽ. അതിങ്ങനെ തലയിൽ കാക്കച്ചിയിരുന്നാൽ അത് അനങ്ങാതിരിക്കാൻ എന്തുമാത്രം ശ്രദ്ധിക്കുമോ അത്രമേൽ ശ്രദ്ധയോടുകൂടി കെട്ടിരിക്കുന്ന മിടുമിടുക്കന്മാരും മിടുക്കുകളും ഉണ്ടാകും അപ്പോഴും ആ ക്ലാസ്സിൽ. പോയത്തക്കാരായി മാറുന്നു പലരും. ആരാണ് ഈ പോയത്തക്കാരാക്കിയത്? കൂട്ടുകെട്ട്.
യാതൊരു സംശയവുമില്ല. കൂട്ടുകെട്ട്. അതുകൊണ്ട് അവർ നിന്റെ സമയം കവർന്നെടുക്കുമെന്ന് പ്രിയപ്പെട്ട അനിയത്തിയോട് വളരെ വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ്. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏൽക്കണ്ട. അപ്പോൾ സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് പിന്തള്ളപ്പെട്ടു പോകൂലേ? പിന്തള്ളപ്പെട്ടു പോവുകയും വരുത്. എന്നാലും അവനവന്റെ പഠനത്തെ തടസ്സപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു സാമൂഹ്യ പ്രവർത്തനവും ഏറ്റെടുക്കരുത് എന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. ലക്ഷ്യം പഠനം തന്നെയാണ്. ഒന്നോർക്കുക, നിങ്ങൾ നേതാവായി കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരക്ഷരം പഠിക്കൂല എന്നാണ് കണക്ക്. നിങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ പഠനം മുടങ്ങും എന്നതാണ് രീതി. അത്തരത്തിലുള്ള സംഗതികളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ലക്ഷ്യം നിറവേറ്റാനാവണമെന്ന് പ്രിയപ്പെട്ട അനിയന്മാരോടും അനിയത്തിമാരോടും വളരെ ഗൗരവത്തിൽ ഞാൻ ഉണർത്തുകയാണ്. സമയത്തെ നിങ്ങൾ പഠിക്കുവാനും മനനം ചെയ്യുവാനും ഗവേഷണം നടത്തുവാനും ബൈഹാർട്ടാക്കുവാനും പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനും മാത്രം ഒതുക്കി നിർത്തണമെന്ന് സൂചിപ്പിക്കുകയാണ്. മറ്റൊന്ന്, നിങ്ങൾ ഒരുപാട് ആളുകളുടെ കഥകൾ പഠിക്കണം. ഒരുപാട് മഹാന്മാരുടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ കഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു നബിക്ക്. നമ്മളിപ്പോഴും ഓതുന്ന വിശുദ്ധ ഖുർആനിലെ ഒരുപാട് അമ്പിയാക്കന്മാരുടെ ത്യാഗത്തിന്റെ കഥകൾ. വകുല്ലുൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുൽ മാ തുസബ്ബിതു ബിഹി ഫുആദക. പ്രവാചകരെ, അങ്ങയുടെ മനസ്സ് ഉറപ്പിച്ചു നിർത്താൻ മുതകുന്ന രൂപത്തിലുള്ള സകല കഥകളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പൂർവികരായ അമ്പിയാക്കന്മാരുടെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പരീക്ഷണങ്ങൾ വരുമ്പോൾ ക്ഷമിക്കേണ്ടിടത്ത് എങ്ങനെ നിലകൊള്ളണമെന്നതിനെ കുറിച്ചുള്ള വർത്തമാനങ്ങളാണ് പ്രവാചകരെ ആ കേട്ടത്. നമ്മൾ ആലോചിച്ചു നോക്കുക, നമ്മുടെ പൂർവികരായ ആളുകളെ കുറിച്ച് അമ്പിയാക്കന്മാരുടെയും അതുപോലെയുള്ള ആളുകളുടെയും ഒക്കെ കഥകളിൽ ജുനൂദുൻ മുജന്നദ യുസബ്ബിതുല്ലാഹു ബിഹാ ഇബാദഹു. അവരൊരു പട്ടാളച്ചിട്ടയിൽ ജീവിച്ച ആളുകളാണ്. പടയങ്കി ധരിച്ച രൂപത്തിൽ പണിയെടുത്തവരാണ്. ഡിസിപ്ലിൻഡ് സമൂഹമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നതിന്റെ മലയാളം, അതിന്റെ ആശയം. ഒരു ഡിസിപ്ലിൻഡ് സമൂഹത്തെ എങ്ങനെയാണ് വാർത്തെടുക്കേണ്ടത് എന്ന് കലാലയത്തിൽ വന്ന് പുറത്തുള്ളവർ ക്ലാസ് എടുക്കൂല. ക്ലാസ് റൂമുകൾക്കകത്ത് അധ്യാപകനും അധ്യാപികയും ഓടിത്തരുന്ന പാഠങ്ങളാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഒരു ഡിസിപ്ലിൻഡ് സമൂഹം, സൊസൈറ്റിയായി മാറും. അത് ഇസ്ലാം നിങ്ങളുടെ മുമ്പോട്ട് വെക്കുന്ന സംഗതിയാണ്. അങ്ങനെ പോകുമ്പോൾ ലക്ഷ്യം നേടിയ ആളുകളൊക്കെയും തിന്ന് കുടിച്ച് വണ്ടിയെടുത്ത് പോയി ഇങ്ങനെ ഫുഡ് അടിച്ച് രാത്രി ഇങ്ങനെ കുടിച്ച് കൂത്താടിയും ആണും പെണ്ണും ലഹരി ഉപയോഗിച്ചും അതുപോലെ തന്നെ തോന്യാസം ചെയ്ത് ജീവിച്ചവരാ ഒരെണ്ണം നേതാക്കന്മാരോ വലിയവരോ ആയിട്ടില്ല. ആ കൂട്ടത്തിൽ ഈ ശൈലിയിൽ ജീവിച്ചവർ ഉറക്കമൊഴിച്ച് പാടുപെട്ട് പ്രയാസപ്പെട്ട് വിളക്കിന്റെ അരണ്ട വെളിച്ചത്തിലൊക്കെ ഇരുന്ന് പഠിച്ച് പട്ടിണി കിടന്ന് അങ്ങേറ്റത്തെ ക്ഷമയോടുകൂടി പഠിച്ചു മുമ്പോട്ട് പോയ മഹാന്മാരായ ആളുകളുടെ ചരിത്രം വിദ്യാർത്ഥി സമൂഹം വായിക്കണം. പണ്ട് ഞങ്ങളൊക്കെ പഠിച്ചൊരു കാലഘട്ടത്തിൽ അത് പാഠപുസ്തകങ്ങളിൽ ഇടക്കിടക്ക് ഇങ്ങനെ തന്നിരുന്നു. ഇപ്പൊ അതൊന്നും പാടില്ലല്ലോ. വേണ്ടാത്തരത്തിലേക്ക് എങ്ങനെ നിങ്ങൾ കൊണ്ടുപോകാൻ പറ്റും എന്ന സംഗതികളല്ലേ ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങളുടെ മഖ്മൂൽ, നിങ്ങളുടെ മഖ്സൂദ്, നിങ്ങളുടെ ഗോൾ അത് മാത്രമായിരിക്കണം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവേണ്ട ശ്രദ്ധ. നല്ല നല്ല കൂട്ടുകാരോടൊപ്പം മാത്രം കൂട്ടുകൂടുക. ആ കൂട്ടുകാർ അസ്ഹാബുൽ ഹിമമായിരിക്കണം. നല്ല ഹിമ്മത്തുള്ള, നല്ല വിൽ പവറുള്ള, നല്ല ഡിറ്റർമിനേഷനുമുള്ള, നല്ല കാഴ്ചപ്പാടുള്ള, നല്ല വിഷനുള്ള ആളുകളെ മാത്രമേ നിങ്ങൾ ഫ്രണ്ടായി പഠനകാലത്ത് സ്വീകരിക്കേണ്ടതുള്ളൂ. പ്രവാചകൻ പറഞ്ഞു, രണ്ടാളുകൾ, ഒന്ന് കൊല്ലന്റെ ആലയിലാണ് നിങ്ങൾ ഇരിക്കുന്നത് എങ്കിൽ കരിയും പുകയും പിന്നിങ്ങനെ വെണ്ണീരും അതുപോലെയുള്ള സംഗതികളും നിങ്ങളുടെ ഷർട്ടൊക്കെ ഓട്ടായി ഉണ്ടാവും പോരുമ്പോൾ അതിങ്ങനെ തീയിൻ്റെ പൊരിപാറിയിട്ട് ഒരു ഉപദ്രവവും അയാൾ വരുത്തിയില്ലെങ്കിലും നിങ്ങളിതൊക്കെ സഹിക്കണ്ടേ? നിങ്ങളൊരു കസ്തൂരി വിൽപ്പനക്കാരൻ്റെ അടുത്ത് പോയെന്നാൽ നിങ്ങളതിൽ നിന്ന് 5 പൈസക്ക് വാങ്ങുന്നില്ലെങ്കിലും നിങ്ങൾക്കതിൻ്റെ പരിമളം ആസ്വദിച്ചു കൊണ്ട് അവിടെ ഇരിക്കാലോ. ഈ കസ്തൂരി വിൽപ്പനക്കാരനുണ്ടാകും ക്ലാസ് റൂമിൽ പ്രിയപ്പെട്ടവരെ, കൊല്ലനുമുണ്ടാകും അവിടെ. കൊല്ലപ്പണിയെ അള്ളാഹുവിൻ്റെ പ്രവാചകനെ കയറ്റി പറഞ്ഞതല്ല കേട്ടോ ഇത്. ആ ഒരു തൊഴിലിനല്ല പറഞ്ഞത്.
ആ ഒരു രീതിയെയും സ്വഭാവത്തെയുമാണ്. ഉപദ്രവങ്ങളുണ്ടാകുന്ന ചാരുന്നത് ചാണകമാണോ ചന്ദനമാണോ എന്ന് തിരിച്ചറിയണം എന്നാണ് ഈ പറയുന്നതിൻ്റെ ആശയം. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കേടാക്കുന്നത്, ഒരളവോളം നമ്മളെ നന്നാക്കുന്നതും നമ്മുടെ കൂട്ടുകാർ തന്നെയാണ്. അനിൽ മർഇ ലാ തസ്അൽ വസൽ അൻ ഖരീനിഹി വകുല്ലു ഖരീനിൻ ബിൽ മുഖാരിനി യഖ്തദി എന്ന അറബി കവി പറഞ്ഞു. എന്നെക്കുറിച്ച് നിങ്ങൾ എൻ്റെ നാട്ടിൽ വന്ന് അന്വേഷിക്കണ്ട, എൻ്റെ സ്ഥാപനത്തിൽ വന്ന് അന്വേഷിക്കണ്ട, എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ ആത്മസുഹൃത്താര് എന്ന് മാത്രം പഠിച്ചാൽ മതി എന്ന അതിൻ്റെ ആശയം. വകുല്ലു ഖരീനിൻ ബിൽ മുഖാരിനി യഖ്തദി. ഓരോ സുഹൃത്തും തൊട്ടടുത്ത് നടക്കുന്ന സുഹൃത്തിനെ അങ്ങനെ തന്നെ കോപ്പിയടിക്കും. എന്നിട്ട് ഖിയാമത്ത് നാളിൽ നമ്മളിങ്ങനെ വിലപിക്കും. വയൗമ യഉല്ലു ളാലിം അലാ യദൈഹി യഖൂൽ യാ ലൈതനീ ഇത്തഖഅതു മഅർ റസൂലി സബീല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ വരച്ചിട്ട പാതയിലൂടെ, നേരായ മാർഗത്തിലൂടെ നല്ല കുട്ടിയായി നടന്നുപോയിരുന്നെങ്കിൽ എത്ര നന്നായേനെ. യാ വൈലതാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീല. ഓ ചങ്ങായിനെ, അവന് സുഹൃത്തായി ഞാൻ സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടെ എത്തുമായിരുന്നില്ല. ഇതാണ് കലാലയത്തിൻ്റെ അവസ്ഥ എന്ന് സഗൗരവം ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതാണ് കലാലയത്തിൻ്റെ അവസ്ഥ. നല്ല നിലയിൽ മാതാപിതാക്കൾ വളർത്തിക്കൊണ്ടുവന്ന് നല്ല ദീനീ വിദ്യാഭ്യാസവും നൽകി നല്ല കുട്ടികളാക്കി പറഞ്ഞയക്കുന്ന പലരും നരകത്തിൻ്റെ വിറകുകൊള്ളികളായി മാറുന്നത് കണ്ണീരോടുകൂടി നോക്കി നിൽക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട്. ആരാണ് കേടുവരുത്തിയത്? ഒപ്പം നടക്കുന്ന ആ ആൺകുട്ടിയോ പെൺകുട്ടിയോ? അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ക്ലാസ്സുകൾ ആരംഭിക്കുന്നേ ഉള്ളൂ, പഠനം തുടങ്ങുന്നതേയുള്ളൂ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിവുള്ള കുട്ടികൾ ആ കഴിവ് ഉപയോഗപ്പെടുത്താതിരിക്കുന്നതിന് വലിയ കുറ്റം പടച്ചതമ്പുരാന്റെ മുമ്പിലുണ്ട് എന്നുണർത്തുകയാണ്. പഠിക്കാൻ നിങ്ങൾക്കാവും, A+ നേടാൻ നിങ്ങൾക്കാവും, നല്ല കലാലയത്തിലേക്ക് ഹയർ എഡ്യൂക്കേഷന് പോവാൻ നിങ്ങൾക്ക് കഴിയും എന്ന് നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. ആ ആളുകളാണ് താൻ തോന്നികളുടെ സുഹൃത്തുക്കളായി മാറിയിട്ട് വിലസി നടന്ന് തോറ്റുപോകുന്നത് എങ്കിൽ സമൂഹത്തോട് മാത്രമല്ല പരലോകത്ത് കൈയും കെട്ടിയെന്നുകൊണ്ട് പടച്ചതമ്പുരാനോട് മറുപടി പറയേണ്ടി വരും എന്ന് ഉണർത്താതെ വയ്യ. ആ ഒരു രൂപത്തിലേക്ക് നമ്മൾക്ക് പോകണം. ഇമാം ഷാഫി പറഞ്ഞു, വിദ്യാഭ്യാസം എന്നത് ബഈദുൽ മറാം, വിദൂരമായ ഒരു ഉന്നമാണ് മക്കളെ, വിദൂരമായ ഒരു ഉന്നമാണ്. നിങ്ങൾ അമ്പെടുത്ത് എഴുതാൽ കിട്ടുന്ന ഉന്നമല്ല അത്. ഒരിക്കലും നിങ്ങൾക്ക് അമ്പ് ചെയ്തുകൊണ്ട് സ്വായത്തമാക്കാൻ കഴിയില്ല. നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പം സ്വപ്നം കണ്ടാലും ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയില്ല. പിന്നെയോ നിങ്ങളുടെ പിതാക്കന്മാരിൽ നിന്ന് പിതാമഹന്മാരിൽ നിന്ന് നിങ്ങൾക്ക് പൈതൃകമായി ലഭിക്കുകയുമില്ല. അത് നിങ്ങൾ എന്ത് ചെയ്യണം? അതൊരു മരമാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, ഡിഗ്രി എന്ന് പറയുന്നത്, അതൊക്കെയും ഒരു മരമാണ്. നിങ്ങൾ നിർബന്ധമായും അത് നട്ട് നനച്ച് വളർത്തുക തന്നെ വേണം. എവിടെ? നിങ്ങളുടെ മനസ്സിനകത്താണ് ആ വിജ്ഞാനത്തിന്റെ വൻമരം നിങ്ങൾ നട്ടു വളർത്തേണ്ടത്. നിങ്ങളുടെ മനസ്സിനകത്ത് അതിന് നിങ്ങൾ നൽകേണ്ട വളം ഏതാണെന്നറിയോ? പഠനമാണ് അതിന് വെള്ളമായി ഒഴിച്ചു കൊടുക്കേണ്ടത്. അത് രണ്ട് കണ്ണുകളും നന്നായി ചെലവഴിച്ചു നന്നായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുസ്തകങ്ങൾ ഇങ്ങനെ കരണ്ട് തിന്നുന്ന കണ്ണുകൾക്കല്ലാതെ അത് നേടിയെടുക്കാനാവില്ല. കാൽമുട്ടിൽ ഇരുന്നു കൊണ്ട് ഒരു അധ്യാപകന്റെ, ഒരു ഗുരുനാഥന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ക്ഷമയോടുകൂടി ക്ലാസുകൾ കേൾക്കുന്ന കുട്ടിക്കല്ലാതെ കഴിയില്ല. പാറപ്പുറത്ത് ചിലപ്പം കമിഴ്ന്ന് കിടക്കേണ്ടി വരും, പട്ടിണി കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ വളരെ പരുക്കനായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോവേണ്ടി വരും, ഉറക്കമൊഴിക്കേണ്ടി വരും.
രാവിലെയും പകലിനെയും ഒരുപോലെയാക്കേണ്ടി വരും. ഉറങ്ങാതെ രാപ്പകൽ ഒരുപോലെ അധ്വാനിക്കേണ്ടി വരും. അങ്ങനെയാകുമ്പോൾ മാത്രമാണ് വിദ്യാഭ്യാസം ലഭിക്കുക. ഇമാം ഷാഫി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇങ്ങനെയാണ്: പകൽ മുഴുവനും ഓരോന്ന് വാരിക്കൂട്ടുവാനും മനസ്സിന് ഇണങ്ങുന്ന സംഗതികളൊക്കെ തന്നിലേക്ക് കൊണ്ടുവരുവാനും വേണ്ടി അധ്വാനിച്ച ആളുകളെ നിങ്ങൾ കാണുന്നില്ലേ? വലൈലഹു ബിൽ ജിമാൾ, രാത്രികാലങ്ങളിൽ സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് സുഖിച്ചും കഴിഞ്ഞുകൂടിയ ആളുകൾ. അയഖ്റുജ് മിൻ ദാലിക ഫഖീഹൻ, ചരിത്രത്തിൽ എവിടെയെങ്കിലും അങ്ങനത്തെ സുഖിയന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു ഫഖീഹിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇമാം ഷാഫിയുടേതാണ് ചോദ്യം. കല്ല, നോ, ഇല്ല. വല്ലാഹി ഹത്താ യഅ്തളിദു അദ്ദഫാതിർ വയസ്തഹ്സിലു അൽമഹാബിർ വയഖ്തഉ അൽഖിഫാർ വലാ യഫ്സൽ ഫി തലബ് ബൈന അൽ-ലൈലി വൻ-നഹാർ. നേരത്തെ പറഞ്ഞ കഠിനാധ്വാനങ്ങളൊക്കെ ചെയ്ത ആളുകൾക്ക് മാത്രമാണ് അതുണ്ടാവുക. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സമൂഹമേ, വിദ്യാർത്ഥിത്വം എന്ന് പറയുന്നത് ഒരു പാവനമായ കർമ്മമാണ്. കഠിനാധ്വാനം ചെയ്യണം. ഞാൻ ഓതുന്നു ഒന്നുകൂടി: മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ ഫഹുവ ഫീ സബീലില്ലാഹി ഹത്താ യർജി. ഫീ സബീലില്ലാഹിലെ യോദ്ധാക്കളുടെ അധ്വാനം ഉണ്ടല്ലോ, ആ അധ്വാനത്തിന് സമാനമായ അധ്വാനം നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ആ ഒരു പദവി നിങ്ങൾക്ക് നൽകുന്നത്. അതിനോട് നീതി പുലർത്തിക്കൊണ്ട് ജീവിക്കണം എന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുന്നു. അള്ളാഹു തുണക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാ വൽ അഖ്വാത്ത്, ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുവാനുള്ള ഈമാനികമായ ആവേശം കാണിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു ഒന്നുകൂടി. വിശുദ്ധ ഖുർആനിൽ ഒരു വിദ്യാർത്ഥി ഒരു അധ്യാപകനോട് സ്വീകരിക്കേണ്ട നിലപാടെന്ത് എന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഓതി മടക്കി വെച്ച സൂറത്തുൽ കഹ്ഫിൽ ഒരു ചെറുപ്പക്കാരൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാമയെ ഗുരുനാഥനായി സ്വീകരിക്കുന്ന രംഗം. പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട്. ഒന്ന് രണ്ടെണ്ണം പറയാം. ഒരുപാട് പാഠങ്ങൾ അതിൽ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത്. നിങ്ങൾ അങ്ങനെ തന്നെ സൈറ്റിലൊക്കെ അടിച്ചു നോക്കൂ. ഖിദർ എന്ന് പറയുന്ന അധ്യാപകനും മൂസ എന്ന് പറയുന്ന സ്റ്റുഡൻറ്റും ഒരുപാട് സംഗതികൾ കിട്ടും. അതിൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഒരു അധ്യാപകൻ നിർബന്ധമാണ്. ഗുരുമുഖത്ത് നിന്നുള്ള പഠനത്തിനെ പൂർണ്ണതയുള്ളൂ, യാതൊരു സംശയം അക്കാര്യത്തിലില്ല. ഗ്രന്ഥങ്ങളെമ്പാടും കിട്ടും. നമ്മുടെ ഇൻ്റർനെറ്റും സൗകര്യങ്ങളുമൊക്കെ വിശാലമാണ്.